നമസ്കാരം. സിനിമയിലെ പവർ ഗ്രൂപ്പുകളെ വിറപ്പിച്ച് സംവിധായകൻ രഞ്ജിത്തിനെ അഴിക്കുള്ളിലാക്കുമ്പോൾ കേരളം ഉറ്റുനോക്കിയത് ഒരാളെയാണ്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാർ IPSനെ. സമ്മർദ്ദങ്ങൾക്കും സ്വാധീനങ്ങൾക്കും വഴങ്ങാത്ത ഈ ഉദ്യോഗസ്ഥന്റെ നിശ്ചയദാർഢ്യമാണ് ഒടുവിൽ കോഴിക്കോട്ടെ സിനിമാക്കാരനെ കൊച്ചിയിൽ നിയമത്തിന് മുന്നിലെത്തിച്ചത്. യൂണിഫോമിനുള്ളിലെ കഠിനഹൃദയനായ പോലീസ് ഓഫീസർക്കും ക്യാമറയെ പ്രണയിക്കുന്ന കലാകാരനുമൊക്കെ അപ്പുറം മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്ന ഒരു പോരാളിയുടെ കഥ കൂടിയുണ്ട് കാളിരാജിന് പറയാൻ. ജമ്മു കാശ്മീർ കേഡറിലെ 2005 ബാച്ച് ഉദ്യോഗസ്ഥനായ കാളിരാജ് മഹേഷ് കുമാർ ഒരു കാലത്ത് താഴ്വരയിലെ ഭീകരവാദികളുടെ ഉറക്കം കെടുത്തിയ ഉദ്യോഗസ്ഥനായിരുന്നു. ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഉൾപ്പെടെയുള്ളവരെ ഭീകര സംഘടനകളെ അദ്ദേഹം പോരാട്ടത്തിൽ എതിർത്ത് തോൽപ്പിച്ചിരുന്നു. അത്തരമൊരു പ്രക്ഷുബ്ധമായ ഏറ്റുമുട്ടലിനിടയിലാണ് കാളിരാജിന് നേരെ ഭീകരരുടെ വെടിയുണ്ടകൾ പായുന്നത്. 5 വെടിയുണ്ടകളേറ്റ് മരണത്തിന്റെ പക്കിലെത്തിയ അദ്ദേഹം മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് ജീവിതത്തിലേക്ക് മടങ്ങിയത്. സുരക്ഷാ കാരണങ്ങളാലും ആരോഗ്യപരമായ പരിമിതികളാലുമാണ് അദ്ദേഹം പിന്നീട് ദക്ഷിണേന്ത്യയിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിയത്. തമിഴ്നാട്ടിലെ ഹ്രസ്വകാല സേവനത്തിന് ശേഷം കേരള കേഡറിലെത്തിയ അദ്ദേഹം കോഴിക്കോട് കമ്മീഷണറായും കൊച്ചി റേഞ്ച് DIGയായും തിളങ്ങി. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന കാലത്ത് പുലർച്ചെ നഗരത്തിലെ ഇടവഴികളിലൂടെയും കടൽത്തീരങ്ങളിലൂടെയും തോക്കിന് പകരം കൂറ്റൻ ക്യാമറയുമായി നടന്നു നീങ്ങുന്ന ഒരാളുണ്ടായിരുന്നു. അത് കാളിരാജ് മഹേഷ് കുമാർ ആയിരുന്നു. പക്ഷികളെയും പ്രകൃതിയെയും അത്രമേൽ സ്നേഹിച്ച അദ്ദേഹം മഞ്ഞക്കറുപ്പൻ പോലുള്ള പക്ഷികളെ തേടി മണിക്കൂറുകളോളം ക്ഷമയോടെ കാത്തു നിൽക്കുമായിരുന്നത്രേ. എന്നാൽ ഈ നടത്തം കേവലം ഒരു ഹോബി മാത്രമായിരുന്നില്ല. ക്യാമറയുമായി നടക്കുമ്പോൾ നഗരത്തിന്റെ മുക്കിലും മൂലയിലും നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പോലീസിന്റെ ലാത്തിയോ തോക്കോ ഇല്ലാത്ത നടത്തം യഥാർത്ഥത്തിൽ ഒരു അപ്രഖ്യാപിത പെട്രോളിംഗ് ആയിരുന്നു. തന്റെ നൈക്കോൺ D7000 ക്യാമറയിൽ അദ്ദേഹം പകർത്തിയ ചിത്രങ്ങൾ പോലീസ് സൊസൈറ്റിയുടെ കലണ്ടറുകളിൽ വരെ ഇടം പിടിച്ചു. സിനിമയിലെ പ്രമുഖർ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ പോലീസ് മടിക്കാറുള്ള പതിവ് രീതികൾ കാളിരാജ് മഹേഷ് കുമാറിന്റെ കാര്യത്തിൽ നടന്നില്ല. കൃത്യമായ തെളിവുകൾ ശേഖരിക്കാനും ഇവരുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കാനും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. മുൻപ് കശ്മീരിലെ തീവ്രവാദികളെ നേരിട്ട അതേ കണിശതയോടെ തന്നെയാണ് അദ്ദേഹം കൊച്ചിയിലെ കുറ്റവാളികളെയും നേരിടുന്നത്. പോലീസ് ജോലി വികാരങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ഒന്നാണ്. എന്നാൽ ഫോട്ടോഗ്രാഫി മനസ്സിന് വ്യക്തതയും സമാധാനവും നൽകുന്നു എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. ആ വ്യക്തതയാണ് രഞ്ജിത്തിനെതിരായ കേസിൽ നിർണായകമായത്. പവർ ഗ്രൂപ്പുകളുടെ ഭീഷണിയോ രാഷ്ട്രീയ സമ്മർദ്ദമോ കാളിരാജ് എന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ വിലപ്പോയില്ല. ജമ്മു കാശ്മീർ മുതൽ കേരളത്തിന്റെ തീരദേശങ്ങൾ വരെ നീളുന്ന ആ ഔദ്യോഗിക ജീവിതം ഇപ്പോൾ കൊച്ചിയിലെ കുറ്റവാളികൾക്ക് കൃത്യമായൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. നിയമത്തിന് മുന്നിൽ ആരും വലിയവരല്ല. ഇനിയും കൊച്ചി ശുദ്ധീകരിക്കാൻ കാളിരാജ് എന്തായാലും മുന്നിലുണ്ടാകും. എന്നാൽ യുവനടിയുടെ പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെ അഴിക്കുള്ളിലാക്കിയത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാറിന് കൃത്യമായ ആസൂത്രണം കൂടിയാണ്. കഴിഞ്ഞ 2 ദിവസമായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു രഞ്ജിത്ത്. അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായതെന്ന് കമ്മീഷണർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കശ്മീരിലെ തീവ്രവാദികളെ വിറപ്പിച്ച കണിശതയോടെ തന്നെയാണ് കൊച്ചിയിലെ ഉന്നതൻ കേസിൽ ഓരോ നീക്കവും നടത്തിയത്. ഷൂട്ടിംഗ് സെറ്റിലെ ക്യാരവാനിൽ വെച്ചുണ്ടായ അതിക്രമത്തെക്കുറിച്ച് അവിടെ ഉണ്ടായിരുന്നവർക്ക് അറിവുണ്ടായിരുന്നുവെന്നും കമ്മീഷണർ വെളിപ്പെടുത്തി. സംഭവം നടന്ന ഉടനെ പരാതിക്കാരി പുറത്തുവന്ന് അവിടെ ഉണ്ടായിരുന്നവരോട് വിവരം പറഞ്ഞു. എന്നാൽ അവർ നടിയെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുകയാണ് ചെയ്തത് എന്നാണ് കാളിരാജ് മഹേഷ് കുമാർ പറയുന്നത്. ഇത് കേസിൽ നിർണായക സാക്ഷിമൊഴികളിലേക്ക് പോലീസിനെ എത്തിക്കുമെന്നാണ് സൂചന. കഴിഞ്ഞയാഴ്ച കുടുംബത്തോടൊപ്പം എത്തി നടി പരാതി നൽകുമ്പോൾ അവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് മോചിതയാകാത്ത നടിക്ക് ആവശ്യമായ സൈക്യാട്രിക് ചികിത്സ നൽകിയ ശേഷമാണ് മൊഴി രേഖപ്പെടുത്തിയത്.